നമസ്കാരം. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന് CPM നേതാവ് P. ജയരാജന്റെ പ്രസ്താവനയിൽ പ്രതികരിച്ച് പാണ്ഡ്യാല ഷാജി. CPMിലേറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന മുതിർന്ന നേതാവിന്റെ ഈ പ്രസ്താവന അതീവ ഗൗരവ സ്വഭാവത്തോടെ തന്നെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. എന്നാൽ പ്രസ്താവനയോട് പ്രതികരിക്കാതെ അകലം പാലിക്കുകയാണ് CPMന്റെ നേതാക്കൾ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ കേൾക്കാം. ഷാജിത, നമസ്കാരം. ഷാജിത, നമസ്കാരം. നമ്മളിന്നൊരു അല്പം തീവ്രത കൂടിയൊരു വിഷയമാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്. അതായത് കണ്ണൂർ കാസർഗോഡ് പ്രദേശത്തെ കാസർഗോഡ് ജില്ലയിലേക്ക് യുവാക്കള് മുസ്ലിം തീവ്രവാദ സംഘടനയിലേക്കൊക്കെ പോകുന്നു എന്ന് P. ജയരാജൻ, CPMന്റെ മുതിർന്ന നേതാവ് P. ജയരാജൻ പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം തീവ്രവാദമൊക്കെ കൂടുതലാണെന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ, ഇത്തരത്തിൽ അതും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് യുവാക്കൾ കൂട്ടത്തോടെ ഇത്തരത്തിൽ തീവ്രവാദ സംഘടനയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു രാഷ്ട്രീയ മാനമല്ലേ അതിനുണ്ടാകുന്നത്? ഒന്ന് പറയാമോ ചേട്ടാ? സംഭവങ്ങൾ ചോദിക്കുന്നവരുടെ തീർച്ചയായും സംഭവം അതാണ്. പക്ഷെ അതിന്റെ ഒരു വിദ്യാർത്ഥിണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ അവർ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പ്രാഥമികമായ ഒരു ചോദ്യം. വളരെ പ്രാഥമികമായ ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രബലമായ മതന്യൂനപക്ഷ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ചിത്രീകരിക്കാനായിരുന്നു EM ശങ്കരൻ നമ്പൂതിരിപ്പാട് തൊട്ട് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇയാൾ വരെ, ഈ P. ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല്, ഇതൊരു വർത്തക സമൂഹമായതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ വരുന്ന ഒരു വലിയ ചലനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗവും കൂടിയാണിത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റുമായി ഉണ്ടായിരുന്ന വലിയ ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ, അത്തരം വ്യാപാര ബന്ധങ്ങൾക്കകത്ത് പെട്ടിരിക്കുന്ന വൻകിടക്കാരായിരിക്കുന്ന മുസ്ലിം പ്രമാണിമാരായിരിക്കുന്ന കക്ഷികളുണ്ട്. അപ്പൊ അവരിലെന്താന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളും മോഹത്തിന്റെയും ഭാഗമായ ചില കാര്യങ്ങൾ അവർ ചെയ്യുമായിരിക്കും. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു സംസ്ഥാനത്തിനകത്ത് വളരെ കൃത്യമായ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ പോകുന്ന ഒരു പാർട്ടിയെ സമ്പൂർണമായി ശിഥിലീകരിക്കാൻ നടത്തിയിരിക്കുന്ന വളരെ ബോധപൂർവമായ ശ്രമത്തിന്റെ അനിവാര്യമായ ഒരു പരിണതിയാണ് ഈ പറയുന്ന സംഭവം. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു വിഷയം എന്താ പറഞ്ഞാല്, സത്യത്തിൽ ഇത് ഉണ്ടാക്കി തീർക്കുന്നത് ആരാണെന്നൊരു ചോദ്യമുണ്ട്. ആരാണ് ഇത് ഉണ്ടാക്കി തീർക്കുന്നത്? ഉണ്ടാക്കി തീർക്കുന്നതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ സാക്ഷാൽ സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് പറഞ്ഞത് ലീഗിന് വേഗത പോരാ. ഏറ്റവും നിരന്തരമായി ഞാൻ പറയുന്ന സംഭവം, ലീഗിന് വേഗത പോരാ. ലീഗിന് വേഗത പോരാ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ലീഗ് കുറെ കൂടി ഡെമോക്രസിയുടെ സ്ഥലത്ത് നിന്ന് സമ്പൂർണ്ണമായി മാറി കുറെ കൂടി മതകീയമായി മാറണമെന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് അതിനകത്ത് വെക്കുന്നത്. തികച്ചും പ്രതിരോധകരമായ നിർദ്ദേശമാണ്. ഈ പ്രതിരോധകരമായ നിർദ്ദേശത്തിന്റെ രാഷ്ട്രീയ ഭൂമിക CPM പോലുള്ള ഒരു പാർട്ടിയുടെ പക്ഷത്ത് നിന്ന് നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളും ആശയ പ്രചരണ സ്വാധീനവും ഉണ്ടാക്കിയതിന്റെ ഫലവും കൂടിയാണ് ഈ മിഡിൽ ഈസ്റ്റ് സംഭവത്തിന്റെ ഭാഗമായി വരാവുന്ന ഇത്തരം പ്രവണതകൾ ചിലപ്പോൾ ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ടാവാനുള്ള കാരണങ്ങളിൽ പരമപ്രധാനവും തന്നെയാണ് എന്ന് ഖണ്ഡിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതിനകത്ത് നമ്മൾ മറ്റൊരു വിഷയത്തെ നമ്മൾ സമീപിക്കുക. അപ്പൊ നമ്മൾ സമീപിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, കേരളത്തിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പുലർത്തി INL നിന്ന് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ആരാണ് മുൻകൈയെടുത്തത്? ഇതിലേ ഉണ്ടായിരിക്കുന്ന അവരെ എതിർക്കുന്നു എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന പാർട്ടിയോ പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല. മറിച്ച് അതിനെ പുലർത്താനുള്ള ഏറ്റവും വലിയ ചേരി ഒരുക്കി കൊടുത്തത് സത്യത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്, CPM ആണ്. അതാണ് ഈ വിചാരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാബറി മസ്ജിദ് വിഷയം. ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോ അന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കുപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട്. ആ പൊളിച്ചെടുത്ത അതിന്റെ മുകളിൽ അമ്പലം പണിയ, താഴെ പള്ളിയും പണിയ, അല്ലെ താഴെ പള്ളി വരിക, മുകളിൽ അമ്പലം പണിയ. ഞാൻ അന്ന് കണ്ണൂർ ടൗണിൽ നടത്തിയിരിക്കുന്ന വമ്പിച്ച പൊതുയോഗത്തിനകത്ത് ഈ പറയുന്ന ഷാജി ഞാൻ ചെയ്തൊരു പ്രസംഗമുണ്ട്. CPIMന്റെ ആഫീസിനകത്ത് CPIക്ക് ഒരു മുറി കൊടുക്കുമോ? CPIMന്റെ ആഫീസിനകത്ത് CPIക്ക് ഒരു മുറി കൊടുക്കൂലല്ലോ. ഇത് കൊടുക്കാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ട് എന്ന് ഇപ്പോഴും ഒരു ലജ്ജയുമില്ലാതെ ആവർത്തിക്കുന്നവർ എങ്ങനെയാണ് ഈ വ്യത്യസ്തങ്ങളായ ചേരിയിലേക്ക് വിഭിന്നങ്ങളായ കാരണങ്ങളാൽ മാറിപ്പോയിരിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു സമുദായത്തെ ഇന്നിനകത്തുകൊണ്ട് കെട്ടിയിട്ടെന്ന് പറയുന്നത്? ഇതൊക്കെ എന്താണെന്ന് വെറും കേവലമായ ജിമ്മിക്ക് യുക്തിയില്ലായ്മകൾ മാത്രമാണ് സാർ.
അന്ന് സത്യത്തിൽ പൊളിച്ച സ്ഥലത്ത് പള്ളി പണിയണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പാർട്ടി മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അതാരാണെന്ന് പറഞ്ഞാൽ സിയാസ് CPM. കേവലൂർ നയിച്ചുകൊണ്ടിരിക്കുന്ന സിയാസ് CPM മാത്രമാണ് പൊളിച്ച സ്ഥലത്ത് പള്ളി പണിയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി. ഒരാളും ആവശ്യപ്പെട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഇങ്ങനെ വരാവുന്ന ഒരു സത്യസന്ധവും നീതിപൂർവമായിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗത്ത് മറിച്ചത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ പ്രകോപിപ്പിക്കണമെന്ന് മാത്രമാണ് ആലോചിക്കുന്നത്. മറ്റതിന് വിശാലമായ അർത്ഥത്തിലേക്കല്ല പോയ ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ട ഒരു വിഷയമാണ്. ഇത് നമ്മൾ വേറൊന്നും തിരിച്ചെടുക്കുക. ഇയാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ഇയാൾ ചോദിച്ചിരിക്കുന്ന കെടുതി എന്താണ്? കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാരായിരിക്കുന്ന യൂത്ത് ആയിരിക്കുന്ന ആളുകളെ CPM RSS സംഘടനത്തിനകത്ത് ഉൾപ്പെടും പ്രതികളാക്കി, കൊലക്കേസ് ഉൾപ്പെടുന്നത് പ്രതികളാക്കി അവരെ ജയിലിലടപ്പിക്കുന്ന പണിയെടുത്താണ് ആരാ? ഈ പറയുന്ന പീഡരാജനല്ലേ? ആർക്കാണ് നടത്തുകൂടാത്ത? അയാൾ ഇപ്പൊ വലിയ വിശുദ്ധനും മാന്യനുമായി ഈ പബ്ലിക്കിനോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ ഭാഗത്ത് കാണിക്കുന്നതല്ലേ സ്വന്തം ചെയ്തികളോട് കാണിക്കുന്ന അവരവരോട് കാണിക്കുന്ന മിനിമം കുറ്റസമ്മതം നടത്തണം മാനസികമായി. ഇതൊന്നും ചെയ്യാതെ അതിനകത്ത് റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞ് സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് എന്ത് സ്ഥിരീകരണമാണ് വാസ്തവത്തിലുള്ളത്? എന്തൊരു സ്ഥിരീകരണമുണ്ടോ? സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റേതായിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള എക്സ്ട്രീമിസ്റ്റ് സംഭവത്തോട് കാണിക്കുന്ന ഒരു നിലപാട് അവരുടെ പക്ഷാവതമായ നിലപാടാണ്. ആ നിലപാടിനെ ന്യായീകരിക്കാൻ ഒരു പണി ഇയാളെടുക്കാന്ന് പറഞ്ഞ അർത്ഥം ഒറ്റ പണി മാത്രമേ ഉള്ളൂ അതിനകത്ത്. അത് വളരെ കൃത്യമായി മറുപക്ഷത്തു നിന്ന് കിട്ടാതിരിക്കുന്ന എന്തോ ഒരു സൗജന്യത്തിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതയോ അയാൾ അടക്കുന്നു എന്ന് മാത്രമേ അതിനകത്തൊരു സാധനമുള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു വിചിത്രമായ സംഭവം എന്താന്ന് പറഞ്ഞാല് അവർ ആശങ്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ ആശങ്ക ഉണ്ടാക്കി തീർക്കുന്നത് ആര് എന്നുള്ള ചോദ്യമുണ്ട്. ഒരു ഭാഗത്ത് മറുഭാഗത്ത് അവരെ നേരെ എതിർക്കുന്ന മതീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് വിയോജിപ്പുകളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് സത്യത്തിൽ ആര് സ്വീകരിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ ബാധ്യതയും ഉത്തരവാദിത്വമാണത്. ഈ ബാധ്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു MVR ഈ കേരളത്തെ CPM-നകത്ത് ബദൽരേഖ എന്ന പേര്. ബദൽരേഖയുടെ ഒരു വിയോജന കുറിപ്പാണത്. ഒരു ഡിസൈൻ നോക്ക് വരുന്നത് ആ ഒരു വിയോജിപ്പ് അവതരിപ്പിക്കുന്ന ആ വിയോജന കുറിപ്പ് അവതരിപ്പിക്കുന്ന ആ വിയോജന കുറിപ്പ് അവതരിപ്പിച്ചതിന്റെ പേരിലാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് ആരും അറിയോ? MVR അപമാനിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് MVR അതിന്റെ മുള്ളാണ്. എന്നിട്ട് അതെന്ത് ചെയ്യാന്ന് പറയും? അതേ സാധനം തന്നെ പിന്നീട് ഇവർക്ക് എന്ത് ചെയ്യാൻ ഇവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഒന്നുമല്ല, ഈ INL എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി ലീഗിനെ തകർക്കാൻ ശ്രമിച്ചു, ലീഗിനെ പൊളിക്കാൻ ശ്രമിച്ചു. നടപടിയാവാതെ എത്രയോ കാലം INL പുറത്തു നിർത്തി. ആ INL പുറത്തു നിർത്തിയതിനു ശേഷമാണ് ഇപ്പൊ അബു ദേവറൂമിൽ എന്ന് പറഞ്ഞ ഒരാളെ ഒരു ചരിത്രപരമായ കാരണങ്ങളുമില്ലാതെ അയാളെ വിജയിപ്പിക്കുകയും എന്ത് ചെയ്യുന്നത് അയാൾ മന്ത്രിയാക്കി 2 കൊല്ലം മന്ത്രിയാക്കിയിട്ട് അയാളെ മാറ്റി നിർത്തുകയും ചെയ്തു. ഇത് ചെയ്തത് അത്ര എന്തിനാണ് ഇവർ? ഇത് വോട്ട് ബാങ്കിന്റെ പൊളിറ്റിക്സ് അല്ലേ, വേറൊന്നുമല്ലോ. ഇവിടെ ഇപ്പോ ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞതിന്റെ പിറകിൽ വരുന്ന സംഭവം എന്താന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ കൂട്ടി വായിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അമ്പാടി മുക്ക് സഖാക്കൾ എന്ന പേരിൽ വരുന്നൊരു സാധനം കൂടിയാണ് അമ്പാടി മുക്ക് സഖാക്കൾ. ഇതുപോലെ വന്നിരിക്കുന്ന ഒരു വലിയ ഒരു ചലനം ഇതിനകത്ത് മറ്റൊരു രീതിയിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതായത് CPM എന്നൊരു പാർട്ടി അതിവേഗം തന്നെ ഹൈന്ദവൽക്കരിക്കപ്പെടുന്നുവെന്ന് ഒരുപാട് തവണ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിലുണ്ടായിരിക്കുന്ന ഈ സാമുദായികമായ ഭിന്നിപ്പ് മാത്രം മനുഷ്യർ തമ്മിലുള്ള ഭിന്നിപ്പിലേക്ക് ഇത് എത്തിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ട് മാറും ഈ സംഭവം. ഈ ഇത്തരത്തിലുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ. ഇതിന്റെ വേറൊരു സംഗതികൾ എടുത്തു നോക്ക്. ഇവരെല്ലാം ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരുതരം ഗോത്രവികാരത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് സംഘടനയെ പുനഃസംഘാടനം ചെയ്യുക എന്നുള്ളതാണ് CPM ഒരു കാലമായി ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതി തന്നെയാണ് ആര് വരുന്നത് പറഞ്ഞാൽ റിലീജിയസിന്റെ വശത്തു നിന്നും മറുവശത്തും വരുന്ന സംഭവിച്ചത് ഗോത്രവികാരത്തിന് അതേ ഭാഗത്തിലാണ്. ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഭീരുത്വം, അതായത് സമ്പൂർണ്ണമായി ഭീരുത്വത്തെ അധിഷ്ഠിതമായിരിക്കുന്ന കൊലപാതകം നടത്തുക എന്നതാണ്. ഈ കൊലപാതകം നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ സമരവും യുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്തവരാണ് വാസ്തവത്തിൽ ഇതിലുള്ള ഈ വലിയ വിപ്ലവകാരികൾ എന്ന് പറയുന്നത്. സമരവും യുദ്ധവും അറിയില്ല. യഥാർത്ഥത്തിൽ വരുന്നത് വളരെ ഗൗരവതരമായിരിക്കുന്ന ആശയ സമരങ്ങൾ നടത്തുന്നതിന് പകരം രാഷ്ട്രീയ സമരങ്ങൾ നടത്തുന്നതിന് പകരം പലപ്പോഴും ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ പ്രാദേശിക തലത്തിലുണ്ടായിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന ഭീരുത്വമാർന്നിരിക്കുന്ന പണിയാണ്. ഈ ഭീരുത്വമാർന്നിരിക്കുന്ന നടപടിക്ക് ഏറ്റവും നിർണായകമായി നേതൃത്വം ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവാൻ. മറുഭാഗത്തോ ഏറ്റവും അതിനേക്കാൾ മാരകമായ രീതിയിൽ ഈ കണ്ണൂർ ജില്ല മലബാർ മേഖലയിൽ കൊലപാതകം നടത്തിച്ച ആളാണ് ഈ പറയുന്ന പീരാജനല്ലേ. ആൾക്കാർ അറിഞ്ഞൂടാത്ത ഒരു ദിവസം ഇതെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നും ആളല്ല, ഞാൻ ഇതൊക്കെ വലിയ വിശുദ്ധനാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന എന്താ മറ്റെന്തോ തരത്തിലുണ്ടായിരിക്കുന്ന ചില സൗജന്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ, ഇത്തരം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് സംഭവം. മറ്റെല്ലാതെ അതിനെ നമ്മൾ കൂട്ടി വായിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ PK എന്ന് ഉന്നയിച്ചിരിക്കുന്ന ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇവിടെ ഈ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ. ഈ സ്വർണ്ണക്കടത്ത് വിവാദത്തിന്റെ വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ സാധനം അതിന്റെ അകത്ത് എന്താ ഒരക്ഷരം ഈ സമയം വരെ ഉരിയാടിയോ? ഒരക്ഷരം ഉരിയാടിയില്ലല്ലോ. ഇത് ഉരിയാടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സാധനം?
മറുഭാഗത്ത് വരുന്നു ADGP അജിത് കുമാർ എന്നിവരുടെ അന്വേഷണം. ഈ അന്വേഷണത്തിന്റെ ഫയൽ ഇന്നുവരെ മുഖ്യമന്ത്രി ഒപ്പിട്ടോ? ഇന്നുവരെ ഒപ്പിട്ടിട്ടില്ലല്ലോ. എന്താ ഇതിനകത്ത്? ഇത് നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അത് വരുമ്പോഴത്തേക്ക് മറ്റൊരു വിഷയത്തേക്ക് നമ്മൾ കടന്നു. അപ്പോഴത്തേക്ക് വയനാട് സാധനം വന്നു, അതിന്റെ വ്യാപ്തിയായി. അപ്പൊ പോകുന്നതെന്ന് പറഞ്ഞാൽ ജനത്തിന്റെ മനസ്സിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉയർന്നു വീണിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നത്തെ വളരെ തന്ത്രപരമായി മാറ്റുക. തന്ത്രപരമായി മാറ്റിയിട്ട് പുതിയ സാധനം കൊണ്ട് എടുത്താലിടുക. അത് എടുത്താലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടായ വർത്താനം. ഈ വർത്താനം പോകുന്നത് ഈ ബേസിക് അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം അതുപോലെ അവിടെ കിടക്കുകയാണ്. ഇതിങ്ങനെ കിടത്തിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വാസ്തവത്തിൽ എന്താ പറഞ്ഞാൽ അത് അങ്ങേയറ്റം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണത്. തികച്ചും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരു സംഭവം പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ പിന്നെ ചർച്ച എന്തായെന്ന് പറഞ്ഞാൽ ഇതിന്റെ മേലെയായി ചർച്ച. ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. സത്യത്തിൽ എന്താ പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷം എന്ന് പറയുന്ന പേരിലുള്ള അതായത് നമ്മുടെ എന്താ പറയുക പരമ്പരാഗത ഇടതുപക്ഷം അതിഗൗരവപരമായിരിക്കുന്ന പ്രതിസന്ധിയെ നേരിടുകയാണ്. അതിൽ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ അതിന്റെ രാഷ്ട്രീയമായ കാരണങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അന്വേഷിക്കുമ്പോഴാണ് ആ അന്വേഷണത്തെ പരമാവധി എന്ത് ചെയ്യുക, അതിനെ ഡൈവേർട്ട് ചെയ്ത് കഴിയാം. ഡൈവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രധാനമായി ചർച്ച ചെയ്തത്. എന്നിട്ട് ഇയാൾ പറയുന്ന വിഷയം എന്താ പറഞ്ഞാൽ ഭാഷാ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇമാര് ചാനലിനെ കൂടി പറയുന്നതോ ശരിക്കും കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മൂപ്പർ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടവർ ജാതി എന്ന് പറയുന്ന വിഷയത്തെ പോലും EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അതിനകത്ത് അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ അഡ്രസ് ചെയ്യാതിരിക്കുമ്പോഴാണ് അതിനു മുമ്പിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഗംഭീരമായിരിക്കുന്ന ഒരുപാട് നവോത്ഥാന സമരങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാതെ കേവലമായിരിക്കുന്ന പാർട്ടി രാഷ്ട്രീയത്തിന്റെയും എന്താ പറയുക അധികാര രാഷ്ട്രീയത്തിന്റെയും ഭാഗമായി നിൽക്കുമ്പോൾ തങ്ങൾക്ക് അതായത് നമ്മള് ഒരു പൊതുധാരയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഒറ്റപ്പെട്ടു പോവുക. അയാൾ ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു വെച്ചാൽ നടത്തിയിട്ടുള്ള ഒരുപാട് കറക്റ്റീവ് ഫോഴ്സിന്റെ ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ നടത്തിയിരിക്കുന്ന ഒരുപാട് നീക്കങ്ങളുണ്ട്. DP ജയരാജന്റെ ഉണ്ടാക്കുന്ന ഒരു സാന്നിധ്യത്തിൽ പത്രങ്ങളുടെ മറ്റെല്ലാം നമുക്കറിയില്ല. ഇങ്ങനെ വരുന്ന ഒരുപാട് ചാനൽ ഇതൊന്നും എവിടെയും ഉടിപിടിക്കുന്നില്ല. ഈ ഉടിപിടിക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു പുതിയ വാദവുമായി ഉപ്പർ വരുന്നത്. അപ്പൊ ചർച്ച ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇത് ചർച്ച ഇപ്പൊ ചെയ്യിപ്പിക്കുന്നതിന്റെ പിറകിലുള്ള രാഷ്ട്രീയ താല്പര്യം എന്ത് എന്നുള്ളതാണ് വിഷയം. ആ രാഷ്ട്രീയ താല്പര്യം എപ്പോഴും എന്താണ് അത് തികച്ചും എന്താ പറയാ വലതുപക്ഷ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി അകത്തുകൂടെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വളരെ ഹീനമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. അത്തരമൊരു സ്ട്രാറ്റജി നമ്മളിപ്പോ വരുന്നിരിക്കില്ല. നമ്മൾ ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രീയം എന്തിനാണ് ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ ഭിന്നിപ്പിക്കുക? ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ ഏതെങ്കിലും ഒരാൾ ഇന്നേ വരെ വർഗീയ പാർട്ടിയാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ വർഗീയതമാണ് എന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞാലാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുള്ളത്. മുന്നണിക്കകത്ത് പോലും അവർ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ടിരിക്കുന്ന പങ്കാളിയായ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനല്ലേ. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു കാര്യം ഒരു മൈനോറിറ്റി ആയിരിക്കുന്ന ഒരു മതവിഭാഗത്തെ നിങ്ങൾ അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവർ ആശങ്ക ഉണ്ടാക്കിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അഥവാ അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് എന്താവുന്ന പോലെ അതിനനുസരിച്ച് അവർക്ക് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയെ ബോധപൂർവ്വം സമ്മർദ്ദത്തിലാക്കുക. ഈ സമ്മർദ്ദത്തിലാക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് എന്ന് പറയുന്നത് ലീഗിന് വേഗത പോരാ. ഈ വേഗത പോരാ എന്ന് പറഞ്ഞതിന്റെ പരിണതിയായിരുന്നു കേരളത്തിൽ PDP ഉണ്ടായത്. അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടായത് അങ്ങനെയാണ്. അതിനുശേഷമാണ് INL വരുന്നത്. ഈ രണ്ട് സംഭവത്തിന്റെ തുടർച്ച എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ പോലുള്ള വളരെ സെക്യുലർ ആയിരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുക, അതിന്റെ അകത്ത് ആളുകളെ അടർത്തി മാറ്റി ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഹീനമായ ലജ്ജാകരമായ രാഷ്ട്രീയം നടത്തിയതിന്റെ അനിവാര്യമായ ദുരന്തമാണ് ഇപ്പൊ നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ഒരു കാര്യമില്ല. അത് ഇതിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദി. ഇനി വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വെറുതെ ശിവായ്പ എടുക്കിയിരിക്കുന്നത് അതോടെ ഈ പറയുന്നത് അയാളെ പാർട്ടിയിൽ ജയിക്കാൻ പറ്റിയ പറഞ്ഞില്ല അല്ലേ? അയാൾ ഈ വിഷയം ആയിരിക്കേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് രേഖാമൂലം കൊടുക്കണം. ഇന്ന സ്ഥലത്തിൽ ഇന്ന സംഭവങ്ങളുണ്ട്, അതിന് തെളിവ് ഞാൻ തരാം. ഇയാൾ കൊടുക്കുമോ? ഇയാളിത് കൊടുക്കില്ല. ഇയാളിത് കൊടുക്കാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് പുറത്തു വന്നിരിക്കാൻ പുസ്തകം എഴുതിക്കോ, അത് കുഴപ്പമില്ല. പുസ്തകം എഴുതിയിട്ട് പഴയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചർച്ചയാവണം. എന്താണ് അതിന്റെ ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്? ആ ഇന്റൻഷൻ എന്താണ്? ആ ഇന്റൻഷൻ ഒരിക്കലും പ്രോഗ്രസീവായ ഒരു സംഭവത്തിന് താല്പര്യമേ അല്ലാതെ മറിച്ച് അത് അങ്ങേയറ്റം പ്രതിരോധകരമായ ഒരു രാഷ്ട്രീയ കർമ്മം അല്ലെങ്കിൽ രാഷ്ട്രീയ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും ഈ കേരളത്തിനകത്ത് BJP ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി അവർ ഉയർന്നു വന്നിരിക്കുന്നു എന്നതിന്റെ ഒരു സാക്ഷ്യത്വം കൂടി. അതിന്റെ ഇടയിൽ ഞാനൊരു സാധനം കൂടി പറയാം. ഈ വയനാട് ഇതുണ്ടല്ലോ, കണക്കൂട്ട് സംഭവം ഉണ്ടല്ലോ. ആ കണക്കൂട്ട സംഭവത്തിലെ ഏറ്റവും വലിയ വിചിത്രം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു വകക്ക് കൊള്ളില്ല എന്ന് അവർ പരസ്യമായി പറയുകയാണ് ചെയ്തത്. ശരിക്കും
കേന്ദ്ര ഗവൺമെന്റിന്റെ അവർക്ക് ന്യായമായി കിട്ടേണ്ടിയിരിക്കുന്ന വിഹിതം പോലും കിട്ടാത്തൊരവസ്ഥയാണ് വാസ്തവത്തിൽ ഈ സർക്കാർ ഇപ്പൊ ചെയ്തു വെച്ചത്. മറ്റൊന്നുമല്ല അവർ ചെയ്തു വെച്ചത്. അങ്ങനെ ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രീതിയുടെ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുക എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആയിരുന്നു. അത് ഈ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് സ്റ്റേറ്റ് എന്ന സംഭവത്തെ ഡീസ്റ്റബിലൈസ് ചെയ്യുക, ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ദുർബലപ്പെടുത്താനുള്ള സംഭവത്തെ ഇതുപോലുള്ളൊരു മഹാദുരന്തത്തെ പോലും പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണത്? എത്ര അനീതിയാണ് ഈ സംഭവങ്ങളല്ലോ. ഇങ്ങനെ വരുന്ന എല്ലാ ഘട്ടങ്ങളിലും സർക്കാർ എന്നതിന്റെ യഥാർത്ഥമായ സംവിധാനത്തെ നോക്കുകുത്തിയാക്കുകയും അതിന് പകരമെന്ന് പറഞ്ഞാൽ മറ്റൊരു പാരലൽ സംവിധാനം കൊണ്ട് ഈ പറയുന്ന അന്വേഷണ ബുദ്ധി ഇയാൾക്ക് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഇയാൾ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് ആഭ്യന്തര വകുപ്പ് ഇയാൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് പാർട്ടിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യണം. ഏത് മേഖലയാണുള്ളത് എന്ന സാധനം ഇയാൾ പറയേണ്ടതില്ല. ഇതൊന്നും പറയാതെ വൈകായി ഒരു സാധനം ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ആളുകളുടെ അവസ്ഥയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ നിലനിൽപ്പിന്റെ ഊർജ്ജദായകമായ ഒരു എന്താ പറയാ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന ധർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി വാസ്തവം എന്താന്ന് പറഞ്ഞാല് അത് അങ്ങേയറ്റം നെഗറ്റീവാണ്. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ശരിക്കും